ഈ വിമാന അപകടം നടന്ന് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ വാർത്തകളിൽ ഒക്കെ വളരെ പെട്ടെന്ന് വന്നൊരു കാര്യമാണ്. പൈലറ്റ് വളരെ പെട്ടെന്ന് തന്നെ എയർ ട്രാഫിക് കൺട്രോളറിനെ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു മെയ്ഡേ പ്രൊസീഡിങ്സ്, ഒരു അപകടമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് പാസ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ചോദ്യങ്ങളോട് പൈലറ്റ് പ്രതികരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല എന്നൊക്കെ ഉള്ള ഇത് വന്നിരുന്നു. സത്യത്തിൽ ഈ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഈ മെയ്ഡേ കോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കുറേയേറെ വിവരങ്ങളൊക്കെയുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ സാധിക്കുന്ന ഒരാൾ സാറ് തന്നെയാണ്. എന്താണ് ഈ മെയ്ഡേ കോൾ, എന്താണ് അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ്? മെയ്ഡേ കോൾ എന്ന് പറയുന്നത് ആദ്യം ആരാണോ ആ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മേഡേ 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 എന്ന് 3 പ്രാവശ്യം പറയണം എന്നാണ് ഐക്കാവോ ഫ്രേസിയോളജിയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 3 പ്രാവശ്യം പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ഉണ്ട് ATCയിൽ. നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് വിമാനങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ നമ്മൾ പൂർണ്ണമായും ഇത് പറഞ്ഞത് ഏത് വിമാനത്തിലേക്കാണോ ആ വിമാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. മറ്റ് വിമാനങ്ങളെ കുറച്ച് സമയത്തെങ്കിലും നമ്മൾ ഇഗ്നോർ തന്നെ ചെയ്തിട്ട് ഇതിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. മിക്കവാറും നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ ഒരു വിമാനത്തിനെ മാത്രം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസിയിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള വിമാനങ്ങളെ മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി വേറൊരാൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ആക്കുകയാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കിയിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു സമയ വ്യാപ്തിയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അഹമ്മദാബാദിലെ കേസിൽ. അപ്പോൾ അത് മേഡേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അതിനൊരു ഡിസ്ട്രസ് സിറ്റുവേഷനാണ്. പക്ഷേ പൈലറ്റിൻ്റെ ചുമതല ആ വിവരം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ല. പകരം പൈലറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് ആ വിമാനത്തിനെ എത്ര നന്നായിട്ട് ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അയാൾ പൈലറ്റ് തീർച്ചയായിട്ടും അതിലായിരിക്കണം കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ചരിത്രം എന്നെ പറഞ്ഞ് അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, അൺലെസ് ഹി ഈസ് ഏബിൾ ടു ഹെൽപ്പ് ഹിം. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ മാത്രമല്ലേ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അയാൾ പറയേണ്ടതുള്ളൂ. അപ്പോൾ പറഞ്ഞില്ല എന്നുള്ളത് ഒരു വറിയിങ് പോയിന്റ് അല്ല. പക്ഷേ അപ്പോൾ ആ ശ്രദ്ധ മുഴുവൻ പൈലറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ വിമാനത്തിനെ കുറഞ്ഞ ഒരു അപകട നിരക്കിൽ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവണം ആ സമയത്ത്. അത് ദൗർഭാഗ്യവശാൽ ഒരു പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടത് തന്നെ നമ്മളൊരു ആ പൈലറ്റിൻ്റെ കഴിവായിരുന്നിരിക്കണം എന്ന് നമുക്ക് ധരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് ആ ഒരു ആക്ഷനിലേക്ക് കൊടുക്കാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.